അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കുമ്പിടി മാഷിനെ കഴിക്കുന്ന രക്ഷപ്പെടണം. ഈ ചങ്ങായി കുറേ കാലമായിട്ട് നമ്മളെ ക്ലാസ്സിന് പുറത്ത് വിടാനും അയക്കൂല. ഇനിയിപ്പോൾ നമ്മൾ ഹോംവർക്ക് ചെയ്യാതെ വന്നാൽ വീട്ടിലേക്കും വിളിക്കും. ആകെ ഇടങ്ങാറാണ് ഈ ചങ്ങായിനെ. അപ്പോൾ നമ്മൾ ഇന്നൊരു പണി കാട്ടാൻ വിചാരിച്ചു. ഇന്ന് എങ്ങനെയൊക്കെ ആയിട്ട് ചാടണം. അപ്പോൾ നമുക്ക് ഈസി ഹാർഡ് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈസി എടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ പാടുന്ന് നോക്കുക ഗെയിം. അല്ലാതെ കുറേ എടുത്തതിൻ്റെ ശേഷം മൂഞ്ചണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഉള്ളിലാണ്. ഇവിടെ എന്തൊക്കെ എഴുതിയിരിക്കുന്നു, ടെൻഷൻ റൂൾ. അതൊന്നും നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഇവിടുന്ന് എങ്ങനെയും ചാടി പോകണം. ഓക്കെ, നമ്മളെ കയ്യിൽ നമുക്ക് ബെഞ്ചൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ബെഞ്ച് ഡെസ്കൊക്കെ സോറി കേട്ടോ, ടേബിളും ചെയറും കേട്ടോ. പിന്നെ ഓക്കെ, നമുക്കിവിടെ ഒരു വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ വെൻറ്റ് വഴിയാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഇവിടെ വെല്ലൊന്ന് ടേബിൾ വെച്ച് കണ്ട് ചാടി കൊടുത്തോക്കാം. ഓക്കെ, നമ്മൾ വെൻറ്റിനുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കളി പോകുന്നത്. അപ്പോൾ നമ്മളെ പോലെ തന്നെ കുമ്പിടി മാഷിൻ്റെ കയ്യിൽ നിന്ന് ചാടാൻ വേണ്ടിയിട്ട് കുറേ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഉത്സാഹിച്ച് ചാടാനുള്ള പരിപാടിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ബേസ്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ബേസ്മെൻ്റ് അല്ല, ഇതെന്താണ്, ഇതെന്തിൻ്റെ സ്ഥലമാണെന്ന് മനസ്സിലാവണില്ല. വലിയൊരു ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്തോ ഒരു അണ്ടർ വേൾഡാണ് തോന്നുന്നു കേട്ടോ. ഇയാൾക്ക് ഇനി വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കോണിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തോ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാ? ഓക്കെ, ഇത് റീസ്പോൺസ് സ്വിച്ചാണ് തോന്നുന്നു കേട്ടോ. നമ്മൾ ചത്താൽ പിന്നെ ഇവിടെ പൊന്താളാണ് തോന്നുന്നു. ഓക്കെ, ആവിയൊക്കെ മൂട്ടിലടിച്ചിട്ട് എന്തോ ഒരു വേദനയാണ്. അപ്പോൾ നമ്മൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഇന്ന് ഇവിടെ നിന്ന് കഴിച്ചിലാവും. ഓക്കെ, നമ്മൾക്ക് ഇവിടെ പൈപ്പ് ഉണ്ട്. ഈ പൈപ്പ് ചവിട്ടി പോയി നോക്കാം. ഓക്കെ, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഓക്കെ, ഇനി അടിയിലോട്ടാണ് പോകാനുള്ളത്. അല്ല, വേറെ ഇതിൽ വഴി ഉണ്ടോ? ഇവിടെ ഒരു കോണി ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, നമുക്ക് കോണി കയറി പോയോക്കാം. മേലെ എന്താണ്? ഓക്കെ, ഇവിടുന്ന് മേലോട്ട് പോകാനുള്ളത്. ഓക്കെ, ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി സീനാണ്. ഓക്കെ, എലിവേറ്റർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ നിൽക്കിയാലേ നമുക്കത് വർക്കാവുള്ളൂ തോന്നുന്നു. ഓക്കെ, ബട്ടൺ നിൽക്കിയിട്ടുണ്ട്. ഓക്കെ, അത് ഒറ്റയ്ക്ക് പോയി. അതോ ഞാൻ ഇനി താവില്ല. ഓക്കെ, താന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെല്ലെ കയറി നോക്കാം. നമ്മൾ പൊന്തു. ഓക്കെ, നമ്മളപ്പോൾ അങ്ങനെ പൊന്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെല്ലെ പോയി നോക്കാം. വെല്ലെ. ഓക്കെ, ഇനി നമുക്ക് ഈ പൈപ്പ് വഴിയാണ് പോകാനുള്ളത്. ഈ പൈപ്പ് എല്ലാ ഗെയിമിലും ഉണ്ട് അല്ലേ? ഈ പൈപ്പ് നോർമലായിട്ട് എല്ലാ ഗെയിമിലും ഇങ്ങനെ കളി, ഈ OP ഗെയിംസിലൊക്കെ ഇത് എപ്പോഴും ഉണ്ട്. ഓക്കെ, ഇവിടെ ഡോർ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഓക്കെ, മേലൊരു വെൻറ്റ് കാണുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചവിട്ടി കയറാനുള്ള എന്തെങ്കിലും സാധനം ഉണ്ടാക്കുക. പിന്നെ ഒന്നും ആലോചിക്കാമല്ല, അവിടെ ഒരു ലാഡർ ഉണ്ടായിരുന്നു. അതങ്ങോട്ട് ചവിട്ടി കയറി. വെൻറ്റ് ഇവിടെ. ഓക്കെ, ഓക്കെ, വെൻറ്റിലോട്ട് ചാടി കയറണം. ഓക്കെ, വെൻറ്റ് കയറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഔട്ട് ഫാൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്നില്ല, ഞാൻ കണ്ടില്ല. ഇതെന്താണ്? ഓക്കെ, ഇതിങ്ങനെ ചെരിഞ്ഞിട്ട് ഒരു കുയ്യാല്ലേ. ഞാനാകെ കൺഫ്യൂസ്ഡ് ആയി. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായതുമില്ല. ഓക്കെ, നമുക്കിങ്ങനെ വല്ല പോയി നോക്കാം. ഓക്കെ, ഇവിടെ ഒരു വഴി കൊടുക്കും. ഇവിടെ ഒരു വെൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അതല്ല. ഓക്കെ, നമ്മുടെ ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് പോയി. ഓക്കെ, ഇവിടെ വീണ്ടും കുറഞ്ഞ്. ഓക്കെ, നമ്മളങ്ങനെ ഒരിടത്ത് എത്തിയിട്ടുണ്ട്. ഇതെന്താ ഹാളാണ് തോന്നുന്നു കേട്ടോ. ഇതിങ്ങനെ പോയി നോക്കാം. ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇതാരാണ്? കുമ്പിടി മാഷിൻ്റെ നമ്മളെ വെയ്ത്തില്ല. ഇതെന്താ പെട്ടെന്ന് ആരും ഒന്നും അറിയിക്കാതെ നമ്മുടെ വെയ്ത്തിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഓക്കെ, നമുക്ക് ഇവിടേക്കാണ് പോകാനുള്ളത്. ഇവിടെ ഇതിന് പൂട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ പൂട്ട് ചാവി ഇനിയിപ്പോൾ ഇവിടുന്ന് കണ്ടുപിടിക്കാനോ? ഓക്കെ, നമുക്ക് ഇങ്ങനെ വല്ല ഓടി നോക്കാം. കാക്ക ചാവി വേഗത്തിൽ തന്നെ കുമ്പിടി മാഷ് വെയ്ത്തൽ പിടിക്കുന്നു. ഓക്കെ, നമുക്ക് ചാവി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ചാവി എടുത്ത് ഒറ്റ ഓട്ടം ഓടണം. ആ ഡോറും തുറന്ന് കണ്ടം വഴി ഓടണം. ഓക്കെ, ചാവി കിട്ടിയിട്ടുണ്ട്. എടോ, നമ്മുടെ ബാക്കിൽ തന്നെ അദ്ദേഹം ഉണ്ട് കേട്ടോ. വലിയൊരു വടിയൊക്കെ അയാളെ കൈക്കലെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ പുറടിച്ച് പൊളിക്കുന്നുള്ളത് 100% ഉറപ്പാണ്. അയാളെ വരവ് കണ്ടാലേ അറിയാം. ഒരു മത്തി വരച്ച പോലത്തെ ഒരു മീശയും. ഓക്കെ, നമ്മൾ തുറന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, സേഫാണ്. ആ ഡോർ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിട്ടുണ്ട്. ഹേ വാ. ഓക്കെ, ഈ കളി ഇനിയും കുറേ കളിക്കാനുണ്ടോ അറിയില്ല. ഓക്കെ, ഇതെന്തായാലും ഇവിടെ നമുക്ക് ഡെസ്ക് വെച്ചിട്ടുണ്ട്. ഡെസ്കോ ടേബിളോ എന്തോ ഷെൽഫോ എന്തായാലും നമ്മളെ ചവിട്ടി കയറിയിട്ടുണ്ട്. ഇതെന്താണ്? നമ്മൾ ചെറുതായതാണോ അതോ സ്ഥലം ഒന്നായിട്ട് വലുതായതാണോ? ഇതെന്തോ ഒരു വലിപ്പമുള്ള സ്ഥലങ്ങൾ. ഇത്ര വലിപ്പമൊക്കെ ഉണ്ടാവുമോ? ഡെസ്ക് ഇല്ലല്ലോ. ഇവിടെ എന്താണ്? എങ്ങോട്ടാണ് പോകാനുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇവിടുന്ന് ഓക്കെ, അടിയിലോട്ടാണല്ലേ. ഞാൻ വിചാരിച്ചു എന്താ. ഓക്കെ, ഇവിടെ എന്താ റബ്ബർ കട്ട വെച്ചിട്ടുണ്ടോ? ഓക്കെ, ഇനി ഇതെന്താ? ഓക്കെ, ഇതെന്ത് സ്ഥലമാണ്? ഇങ്ങനെയൊക്കെ ഒരു സ്കൂളിൻ്റെ ഉള്ളിൽ സ്ഥലം ഉണ്ടാവുമോ? നിങ്ങളെ സ്കൂളിൽ ഉണ്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തുണ്ട്, ലൈക്ക് കൂടി ചെയ്ത് വെച്ചേക്കുക. ഇതിങ്ങനെ തോന്നുന്നതിക്ക് മേലോട്ട് പോരാൻ നോക്കാം. ഓക്കെ, ഇവിടെ ലാഡർ വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ മേലെ മെല്ലെ പോയി നോക്കാം. ഓക്കെ, ഇതെന്താ പഞ്ചിങ്ങിറ്റ്? ഓക്കെ, ജസ്റ്റ് മിസ്സാട്ടോ. രണ്ടാമത്തെ. ഓക്കെ, അതും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു സിപ്പ് ലൈൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, സിപ്പ് ലൈൻ ഇതെന്താ റെസ്പോണാണ്. സിപ്പ് ലൈൻ. ഓക്കെ, ഇവിടെ റബ്ബർ കട്ട വെച്ചിട്ടുണ്ട്. ജസ്റ്റ് മിസ്, നിലത്ത് പോകാനായിരുന്നു. ആ റബ്ബർ കട്ട ചവിട്ടി വന്നു. അടുത്ത റബ്ബർ കട്ട അതും ചവിട്ടി വന്നപ്പോൾ അടുത്ത റബ്ബർ കട്ട അതും ചവിട്ടി വന്നു. ഒരു റബ്ബർ കട്ട കൂടി ഉണ്ട്, അതും ചവിട്ടി വന്നു. ഓക്കെ, ഇവിടെ ലാഡർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ മെല്ലെ പോയി നോക്കാം. ഓക്കെ, ഇവിടെ ബാസ്കറ്റ് ബോൾ കോർട്ടാണ് തോന്നുന്നത്. ഇതെന്താ? സ്കോർ എ ഗോൾ ടു ഓപ്പൺ. ഓക്കെ, ഒരു ഗോൾ അടിച്ചാൽ ഓപ്പൺ ആവുന്ന പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ ഇവിടെ ബോൾ വെച്ചിട്ടുണ്ട്. ബോൾ അൺലിമിറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്നു. അൺലിമിറ്റഡ് അല്ലെങ്കിൽ മൂഞ്ചി. അതെന്താ? ഏതാ പക്കായിട്ട് അവിടെ നിന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടാണ് വീഴേണ്ടത്. ഇത്ര നോക്കിയിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ പോയില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ ഇതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ. ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക. ഓക്കെ, 20ാമത്തെ നമ്മളായിരുന്നു കേട്ടോ. നമ്മൾ 20ാമത്തെ പോയാൽ തോന്നി. സ്കൂളിൽ ചാട്ടി 20ാമത്തെ ആളാണ് നമ്മൾ. ഓക്കെ, മുന്നിൽ അതാക്കാണ് കുമ്പിടി മാഷിൻ്റെ കുമ്പിടി മാഷിൻ്റെ അനിയൻ. അത് കുമ്പിടി മാഷേനാണല്ലോ. കുമ്പിടി മാഷ് എന്താ സൈക്കിളൊക്കെ? അത് ഇലക്ട്രിക് സൈക്കിളൊക്കെ. സൈക്കിളല്ലേ? ഇതെന്താ ഹോവർ ബോർഡോ?
ഹോവർ ബോർഡാണെന്ന് വിശ്വസിക്കുന്നു, കറക്റ്റ് അറിയില്ല. കറക്റ്റ് അതിൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഹോവർ ബോർഡിൽ വെയിറ്റിൽ വെച്ച് പിടിക്കുന്നുണ്ട്. ഇതെന്താ അത് ലെൻസിൻ്റെ ലേഡീസിൻ്റെ ജെൻസിൻ്റെ ടോയ്ലറ്റ് എന്ന് അറിയില്ല. എന്തായാലും നമ്മൾ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടണില്ല. ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാത്റൂം അല്ല തോന്നുന്നു, നമുക്കിനി വേറെ വഴി എന്തെങ്കിലും ഉണ്ടോ പോയോക്കാം. ഇതിനിപ്പോൾ എങ്ങോട്ടാ ഇനിയിപ്പോൾ ഇവിടെ ഇതാക്കുന്ന ഒരു കിച്ചൺ ആണോ? അല്ലല്ല കിച്ചൺ അല്ല, നമ്മുടെ ഷെൽഫ് പേഴ്സണൽ ഷെൽഫൊക്കെയാണ്. പിന്നെ നമുക്ക് തോന്നുന്നത് ഇങ്ങോട്ട് തന്നെ തോന്നും, കാരണം ഇവിടെ ഒരു മഞ്ഞ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. സാധാരണ പോകാനുള്ളടത്ത് മാത്രമാണ് മഞ്ഞ ആരോ മാർക്ക് കൊടുക്കൽ. എനിക്ക് തോന്നുന്നത് നടുവത്തെ ബാത്റൂം. ഓക്കെ, ഇവിടെ ഒരു വെൻ്റ് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ജസ്റ്റ് മിസ് എൻ്റെ മോനെ. എന്താ മാഷേ, നമുക്ക് ഇനി വല്ല വെൻ്റ് പോയി നോക്കാം. ഓക്കെ നമ്മൾ ചാടിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ബാക്കിലോട്ട് പോയി ഇതെന്താ? ഓക്കെ, ഇവിടെ വീണ്ടും ബാസ്കറ്റ് ബോൾ അല്ലല്ലേ? ഓക്കെ, അവിടെ നമുക്ക് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ഓല്ലോ, ഏതാ അടി! ഇങ്ങനെ ഒരാളെ കൊണ്ട് അടിക്കാൻ പറ്റുമോ? വീഡിയോ ലൈക്ക് അടിക്കാത്തവരുണ്ട് ലൈക്ക് അടിക്കുക. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ എന്തൊരു പെർഫെക്ഷനിലാണ് അടിച്ചത്. നമ്മളെ കൊണ്ടല്ലേ പറ്റുള്ളൂ. ഏതല്ലേ വെറുതെ പറഞ്ഞ കേട്ടോ. ഓക്കെ, ഇവിടെ ലേസറിൽ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ ഫാനുള്ളപ്പോൾ ഇങ്ങനെ മേലോട്ട് കയറി പോകുന്നു മാത്രമേ വിചാരിച്ചത്. ലേസറുള്ള ആദ്യം ശ്രദ്ധിച്ചില്ല. എന്തായാലും ചത്തില്ലല്ലോ. ഓക്കെ ജസ്റ്റ് മിസ്. ഞാൻ വിചാരിച്ചത് തട്ടുന്നു. ഇതിന് അങ്ങോട്ട് കയറി പോകുള്ളത്. ഇവിടെ വയ്യൊന്നും കാണില്ലല്ലോ. അത് മേലോട്ട് എന്ത് പൊന്താത്തത്? ഓക്കെ അവിടെ ഒരു വെൻറ്റ് കൊടുത്തിട്ടില്ല. ഓക്കെ അത് മനസ്സിലായില്ല. സോറി. ഓക്കെ, ഇനി നമുക്ക് വെൻറ്റ് വഴി എല്ലാം പോയേക്കാം. ഇടത്തോട്ടോ വലത്തോട്ടോ? ഓക്കെ, വലത്തോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മെല്ലെ വെൻറ്റിലൂടെ പോയി നോക്കാം. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. കുറേ ഒരു വെൻറ്റും ഉണ്ടാക്കിയിട്ടേക്കണ് പഠിച്ചോനെ. ഇതെങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രയും ഇടങ്ങാറായിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇതൊക്കെ ഉണ്ടാക്കിയ ഭായിമാരെ സമ്മതിക്കുന്നേ വേണം. എന്തോ ഒരു ഇടങ്ങാറക്കാരൻ ഓൽക്ക് ഇപ്പോൾ എത്ര രൂപ കൊടുത്തുക? അതൊക്കെ എന്തിനാണ് നമ്മൾ ആലോചിക്കുന്നത്? ഓക്കെ ഇത് നമ്മുടെ സൂപ്പർ കൊക്കോളാസ്റ്റിക് ഡ്രിങ്ക് അല്ലേ? ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലോട് ഗ്യാസ് പോകും, ഒരേ പറക്കലായിരിക്കും. അപ്പോൾ അതിനകത്ത് ഇവിടെ ചാടി പറക്കാനുള്ളൊരു സ്ഥലമുണ്ട്. ഓക്കെ, ഇവിടെ ആര് കൊടുത്തിട്ടുണ്ട്? ഓക്കെ, നമ്മൾ ഒറ്റ പിടി പിടിച്ചിട്ടുണ്ട്, ഒന്നും ആലോചിക്കാൻ നിന്നിട്ടില്ല. ഈ യെല്ലോ അതെന്തിനാരോ ഒരു യെല്ലോ സൈഡുള്ള അത് ചാടാനുള്ള സ്ഥലത്ത് ഒരു യെല്ലോ സാധനം കൊടുത്തിട്ടുണ്ടാവും. അവിടെ നിന്ന് കറക്റ്റ് ചാടും. ഓക്കെ, നമുക്ക് കുറേ റബ്ബറും കട്ടയും കൊടുത്തിട്ടുണ്ട്. ചാടാനുണ്ട്, അതുപോലെ തന്നെ റബ്ബറും കട്ടയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു, കാരണം നമ്മൾ ഗ്യാസ് കഴിയാനായിട്ടുണ്ട്. ഒരേ പോക്ക് പോകല്ലേ. ഓക്കെ, അതാ ഞാൻ പറഞ്ഞ യെല്ലോ പാട്ട്. ഈ യെല്ലോ പാട്ട് എത്തുമ്പോൾ കറക്റ്റ് ചാടിയാൽ നമുക്ക് ഒറ്റവട്ടം പോലും ചാവാതെ കറക്റ്റ് അവിടെ എത്താനായിട്ട് പറ്റും. ഇതിനെ ഒറ്റവട്ടം പോലും ചാവാതെ അവിടെ എത്തിച്ച് കാണിച്ചു തരാം. ഓക്കെ, റബ്ബർ കട്ട വീണ്ടും. ഓക്കെ, നമ്മളിത് കണ്ടില്ലേ എന്ത് സുഖമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മുടെ ഗ്യാസൊക്കെ വയറ്റിൽ നിന്ന് വിട്ടിട്ടുണ്ട്. എൻ്റെ മോനെ മുന്നിൽ കുമ്പിടി മാഷ് ഇതാക്കണു, ഗോക്കാട്ടിലിരിക്കണേ. എനിക്ക് തോന്നുന്നത് ഗോക്കാട്ട് റേസിംഗ് ആണല്ലോ. മൂപ്പരേറ്റക്ക് ഗോക്കാട്ട് റേസിങ്ങോ? അത് നടപടി ആവുമോ? മൂപ്പര ഗോക്കാട്ട് കണ്ടിട്ട് തന്നെ ഒരു സുഖമല്ലല്ലോ. എനിക്ക് തോന്നുന്നത് മൂപ്പര് ഇതിൽ കുറച്ച് പ്രോ ആണ് തോന്നുന്നു, അല്ലാതെ ഇപ്പോൾ ഇരുത്തിരിക്കില്ലല്ലോ. അതാ ഒരേ പോക്ക് പോകണം. നമ്മളിപ്പോൾ സെക്കൻഡാ. ചങ്ങായി നല്ല പോക്കാണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കണ്ട്. നമ്മളാണെങ്കിൽ ഇത് ഫസ്റ്റ് ടൈമും. ഓക്കെ, നമ്മളിപ്പോൾ ഫ്രണ്ട് ചാടും. ഇതെന്താ അയാളെ ഫ്രണ്ട് ചാടാൻ? ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ലൈക്ക് അടിക്കാത്തതുണ്ട് ലൈക്ക് അടിക്കും. ഓക്കെ, കളി കഴിഞ്ഞു. ഇല്ലല്ലേ, വലിയൊരു ട്രാക്കാണ് മുന്നിലേ. മോനെ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ട് ഞാൻ കുറച്ച് എന്തെങ്കിലും ലോങ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചതാണ്. ഇതാണെങ്കിൽ കഴിയണമില്ല, അത്യാവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ എന്താ റാമ്പാണല്ലോ, ഇത് ചാടാനാണോ? ഓക്കെ, ഓട്ടോമാറ്റിക്കലി ചാടുമല്ലേ? ഞാൻ വിചാരിച്ച് ചാടണ സ്വിച്ചൊന്നും കാണാനില്ല. നമ്മൾ കത്തിച്ച് വിട്ടിട്ടുണ്ട്. മാത്സ് വെസ്റ്റേപ്പനൊക്കെ നമ്മൾ കത്തിച്ച് വിട്ടിട്ടുണ്ട്. മാത്സ് വെസ്റ്റേപ്പനും ലൂയിസ് ഹാമിൽട്ടനൊക്കെ എവിടെ കിടക്കണേ? നമ്മളിതാ കുമ്പിടി മാഷിനെ വരെ വെട്ടിച്ചാണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്കിത് വലിയൊരു റാമ്പ് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, വലിയൊരു റാമ്പ് നമ്മൾ ചാടി കടന്നിട്ടുണ്ട്. ഇതുകൊണ്ട് കഴിഞ്ഞു തോന്നിട്ട്. സാധാരണ നീലഡോറത്തിന് കയ്യിൻ്റെ നേരത്താണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടില്ലേ? ഇനിയും ഉണ്ടോ? ഓക്കെ, ഫിനിഷ് ലൈൻ അവിടെ കിടക്കുന്നുണ്ട്. വിന്നേഴ്സ്. ഓക്കെ, വിന്നർ ചിക്കൻ ഡിന്നർ. നമ്മളാണ് ഫസ്റ്റ് എത്തിയിട്ടുള്ളത്. മൂപ്പരെ കാണാൻ പോലും ഇല്ല. തോന്നുന്നത് മൂപ്പര് തോൽക്കാനായപ്പോൾ കണ്ടമായി ഓടിയത് തോന്നുന്നു. യാ റബ്ബേ, ഒരു ക്ലാസ് കട്ട് ചെയ്യുന്നത് പെരി പോകണമെങ്കിൽ ഇത്ര റിസ്ക് ഉണ്ട് എന്ന് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് തന്നെ ഇരുന്നിരുന്നു. എന്നാൽ വൈകുന്നേരം ആകുമ്പോൾ പോവേനി. ഇത് എത്രങ്ങാനും നേരമായി, 6:30 മണിയായി, ഇപ്പോഴും ഓരോടത്ത് എത്തിയിട്ടില്ല. ഓക്കെ, ഇവിടെ ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. പൈപ്പ് കയറി പോകാനല്ല. ഫസ്റ്റ് ട്രൈയിൽ നമ്മളെന്തോ കൊയിനാടി, എന്താ സംഭവം എന്നറിയില്ല. ഓക്കെ, നമുക്ക് പൈപ്പ് അത് അടുത്ത പൈപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ മെല്ലെ വലത്ത് വെച്ച് അടത്ത് വെച്ച് വീണ്ടും വലത്ത് വെച്ച് മെല്ലെ ഇങ്ങനെ പോയി നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ സ്ഥലം എത്തിയോ ഇല്ല, ഇനിയും ചാടാനുണ്ട്. ഓക്കെ, ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. ഇനി പൈപ്പ് വെച്ചിട്ടല്ലേ? പൈപ്പല്ലേ? ഓക്കെ, ഇതെന്താണ്? സ്കൂളിൻ്റെ ഗ്രൗണ്ടിലെത്തി. അപ്പോൾ കളി കഴിയാനായോ? അതാരാ ഇരിക്കുന്നത്? അതാരാ? സ്കിബിഡി ടോയ്ലറ്റാണോ അത്? അതാ ഇനിയിപ്പോൾ ആരാ? മേലോട്ട് പോയി നോക്കണോ? അല്ല, മേലോട്ട് പോണ്ട. നമുക്കിനിയിപ്പോൾ അതാരാണ്? കുമ്പിടി മാഷി സ്കിബിഡി ടോയ്ലറ്റിൽ ഇരിക്കണോ? യാ റബ്ബേ, ഇനിയിപ്പോൾ അയാളെങ്ങനെ കൊല്ലുക? നമ്മളെ കയ്യിലെന്തോ ഇതെന്താ പൊട്ടാസ് തോക്കും? ഇയാളെ കൈക്കിലാണെങ്കിൽ വലിയൊരു മെഷീൻ ഗണ്ണുള്ളോ എന്തായാലും പറയില്ല, പുട്ടും കുറ്റി പോലത്തെ 2 തോക്കൊക്കെ. നമ്മളെ കയ്യിലാണെങ്കിൽ എന്താ പീ ഷൂട്ടറോ ഫയർ തുപ്പണ സാധനമോ? അത് പേപ്പറാണല്ലോ. പേപ്പർ ഉണ്ടാക്കി തുപ്പലം കൊണ്ട് ഉരുട്ടിയ പോലെ ഉണ്ട്. ഇത് വെച്ചിട്ട് എങ്ങനെ പൊട്ടിക്കാനാണ് അയാളെ? ചങ്ങായിൻ്റെ കയ്യിൽ 2 ബുക്കൊക്കെ എടുത്ത് കഴിഞ്ഞു. തീരെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത മാഷ്. എന്താണ് കുമ്പിടി മാഷ് ഇത്? ഇതെന്താ ചെയ്യുക? ഇയാളെ കയ്യിൽ നിന്ന് ഇപ്പോൾ എങ്ങനെ രക്ഷപ്പെടാനാണ്? നമ്മൾ പൗതിയാക്കിയിട്ടുണ്ട് അയാളെ ജീവൻ.
അയാളെ ബമ്പറിലോ ക്രൊക്കോഡിയിലോ ക്ലോസ് ചെയ്ത് വന്നിക്കണം സ്പീഡ്. ഓക്കെ പൗതി കഴിഞ്ഞിട്ടുണ്ട്. അയാളെ HP 3000. ഈ എന്താണിത് ഈ പേപ്പർ കൊണ്ട് തിരികെ അപ്പം ജയിക്കാനാണ് നമ്മളെ കയ്യിലല്ലേ AK-47 ഒക്കെ തന്നിക്കണമെങ്കിൽ അപ്പം അടിച്ചിരിക്കുന്നു. ഇയാളെ കൈക്കലാണെങ്കിൽ 2 വലിയ കുട്ടുമുട്ടി, നമ്മളെ കൈക്കലാണെങ്കിൽ ഒരു പൊട്ടാസ് തോക്കും. ചങ്ങായിനെങ്ങനെ കൊല്ല. ഓക്കെ നമ്മളിപ്പോൾ ഏകദേശം കഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കുറച്ചും കൂടി ഇതേപോലെ നമ്മൾ HP പൗതിയില്ല ഒരു കാവാകൊക്കെ അയാൾ കഴിച്ചു. ഓക്കെ ഏതാ ഒരു പൂത്തിരി കത്തിനെ പോലെയല്ലേ നമ്മൾ കത്തിച്ച് വിട്ടിട്ടുള്ളത്, ഏതാ അല്ലേ. അപ്പോൾ എല്ലാവരും ഇതുവരെ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് റോബ്ലോക്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണെന്നൊന്ന് കമൻറ്റ് കൂടി ചെയ്ത് വെച്ചേക്കുക. ഓക്കെ നമുക്കുള്ള ബസ് അതാ ഫ്രണ്ടിൽ കിടക്കുന്നു. ബസ് കണ്ടാൽ അർത്ഥം എന്താണ്? OB ഗെയിംസിൽ ബസ് കണ്ടാൽ കളി കഴിഞ്ഞു എന്ന് അർത്ഥം. ഇനി അങ്ങനെ വെറുതെ നമ്മളെ കൊട്ട് കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് വല്ല കളി കഴിഞ്ഞിട്ടില്ല എന്ന് തെളിയിച്ചാണ്ട് നമ്മൾ അടുത്ത ഗെയിമിലോട്ട് ഇടും. ആ സ്കാമിൽ നമ്മൾ പെടരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളങ്ങനെ ബസ് കയറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്കൂളിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനൊരു ചാനലുണ്ട്, കുഴപ്പമില്ല. അതേപോലെ നിങ്ങളുടെ റോബ്ലോക്സിലെ ID എന്താണെന്ന് കമൻറ്റ് കൂടി ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഓക്കെ ബൈ.